ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ മക്കളെ ഒന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് പെരപ്പണി ഉണ്ട് കേട്ടോ, പെര കയറ്റുണ്ട്. അപ്പോൾ നമ്മളെ അടുത്താണെങ്കിൽ ഒരു 10-20 കൊല്ലം മുന്നേ പഴക്കമുള്ള 10-25 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അത്രയും കൊല്ലം പഴക്കമുള്ള കുറച്ച് തലയണാളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തറിയാം, അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് ഒക്കെ ഒഴിവാക്കി വലിച്ചെറിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ സ്പോഞ്ചാട്ടോ. നമ്മൾ ഉന്നല്ല, ഇങ്ങനത്തെ സ്പോഞ്ചാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തറിയാം, ഈ സ്പോഞ്ചൊക്കെ നല്ല പോലെ സോപ്പ് ഇട്ട് കണ്ട് അലക്കി, നല്ല വെയിലാണല്ലോ ഇപ്പോൾ, ഒക്കെ നല്ല പോലെ വെയിലത്തിട്ട് ഉണക്കി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, ഇത് പുതിയൊരു കവർക്ക് നിറച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ തലയണായിട്ടോ. അപ്പോൾ ഇങ്ങനെ പൈസ ഇല്ലാത്ത ആൾക്കാരൊക്കെ, പെരയറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ തലയണയൊക്കെ പഴയതാണ് വിചാരിച്ച് കണ്ടിട്ട് വലിച്ചെറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ സ്പോഞ്ച് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേകി ഉണക്കും ചെയ്യാം, വേഗം ഉണങ്ങി കിട്ടും ചെയ്യും കേട്ടോ ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും പഴയ തലയണയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ സാധനം പഴയതാണെങ്കിലും പുതിയൊരു കവർക്കൾ നിറച്ച് ഇങ്ങാണ്ട് എടുത്ത് തുന്നി കഴിഞ്ഞാൽ അടിപൊളി സാധനമായില്ലേ. ഇത് നല്ല പോലെ തന്നെ അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സുഖമാണ് ഈ സ്പോഞ്ചിൻ്റെ തലയണ വെക്കാൻ. പിന്നെ പണ്ടൊക്കെ നമുക്കറിയാം, സ്പോഞ്ചിൻ്റെ തലയണയൊക്കെ ഇല്ലാത്ത കാലത്ത് നമ്മളൊക്കെ തുണിയൊക്കെ തുണിക്കഷ്ണങ്ങൾ വെട്ടിങ്ങാണ്ടൊക്കെ പണ്ട് ഞങ്ങളൊക്കെ തലയണയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാലമൊക്കെ പോയി. അപ്പോൾ ഇത് സ്പോഞ്ചിൻ്റെ തലയണയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അലക്കിയ സമയത്തൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണങ്ങളൊക്കെ ആയേ, അതിൻ്റെ ഷേപ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കട്ടെ, അല്ല അമർത്തി അടിച്ചു കൊടുത്താൽ നല്ല സെറ്റായിട്ട് കിട്ടും. പിന്നെ സ്പോഞ്ച് ആയത് കാരണം നമ്മൾ തല വെച്ചാൽ നല്ലപോലെ നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഭാഗമൊക്കെ ചുറ്റി പിടിച്ചിട്ട് അവിടെ തുന്നി കൊടുക്കുക വിചാരിച്ചിട്ടോ. അപ്പോൾ അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റതൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് ഇത് ഞാൻ അലക്കിയ സമയത്ത് ഞാൻ നല്ലപോലെ സൂക്ഷിച്ച് അലക്കിയത് കാരണമേ അതിൻ്റെ ഷേപ്പ് വല്ലാതെ മാറിയിട്ടില്ല കേട്ടോ. അത് ഉണക്കിയെടുത്ത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പഴയ കവറുകളുണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നല്ലപോലെ തുന്നിയിട്ട് പുതിയ കവർ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ നാലഞ്ചല്ല കേട്ടോ, 6-7 തലയണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പൈസ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അത് വിചാരിച്ച് കാണും. പിന്നെ ഈ നല്ല സാധനങ്ങളൊക്കെ കളയാന്ന് പറയുമ്പോൾ സങ്കടമാണേനും. പിന്നെ ഈ 4 സ്പോഞ്ചിൻ്റെ തലയണ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉന്നം കൊണ്ട് നമ്മൾ കുറച്ച് തലയണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മറ്റേ തലയണ സൈഡിൽ നിൽക്കുന്ന തലയണ അതൊക്കെ ഉന്നാണ് കേട്ടോ. അപ്പോൾ ഉന്നം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് തലയണ. അങ്ങനെ 2 റെഡിയായി കിട്ടിട്ടോ. ഇതിൻ്റെ സൈഡ് നമ്മൾ സൂചി നൂലും കൊണ്ട് തുന്നാണ് കേട്ടോ. സൂചി നൂലും അല്ലെങ്കിൽ മെഷീനിലുള്ള ആൾക്കാരാണെങ്കിൽ നല്ല സൗകര്യമാണ് കേട്ടോ, പെട്ടെന്ന് അടിച്ചെടുക്കേ. ഇതിപ്പോൾ മെഷീനില്ലാത്ത കാരണം നല്ലൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്നാലും അത് കിട്ടിയാൽ അതൊരു ഉപകാരമില്ല. മറ്റേ നമ്മൾ തലയണയൊക്കെ പൈസ കൊടുത്ത് വാങ്ങണ്ടേ. തലയണ ഇപ്പം നമ്മളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിലും അവർക്ക് കൊടുക്കാനും വേണ്ട തലയണ. ഒരു 10 തലയണെങ്കിലും വേണ്ട ഇപ്പോൾ ഒരു വീട്ടിൽ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ ഒഴിവാക്കാതെ ഇതൊക്കെ ഉണ്ടാക്കുന്നത്, കളയാതെ. നല്ല വെയിലായത് കാരണം നല്ല വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഉണക്കിയാണ്ട് സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചാണ്. അങ്ങനെ തലയണകളൊക്കെ നമ്മൾ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തലപ്പൊക്കെ ഒന്ന് പിടിച്ച് തുന്നി കൊടുക്കണം. അപ്പോൾ നമ്മളെ തലയണ അടിപൊളിയായി സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ ചില ആൾക്കാർ തലയണ പഴയതാകുമ്പോൾ വലിച്ചെറിയത് നമ്മൾ സ്പോഞ്ചൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ലപോലെ സോപ്പിട്ടിട്ട് അലക്കിയിട്ട് ഉണക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനമാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ മക്കളെ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഉന്നത്തിൻ്റെ തലയണ ഇപ്പോൾ പൊട്ടിക്കണില്ല കേട്ടോ, കാരണം പൊട്ടിച്ച് കഴിഞ്ഞാൽ ആകെ നമ്മളെ വീട് ഫുള്ള് ഉന്നായിരിക്കും കേട്ടോ. കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് നാളെ പൊട്ടിക്കാൻ വിചാരിച്ചിട്ട് അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം കേട്ടോ. ബായ്, അസ്സലാമു അലൈക്കും.